ഗുഡ് ഡേ വിവേഴ്സ്, വെൽക്കം ടു ചിൻസ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് കാർഡ് ഹോൾഡറുമായിട്ടാണ്. അപ്പോൾ ഞാനിത് മീഷോന്ന് വാങ്ങിച്ചിട്ടുള്ള കാർഡ് ഹോൾഡറാണ്. അപ്പോൾ ഒരുപാട് കാർഡുകളും മറ്റും നിങ്ങളുടെ കയ്യിലുണ്ട്. എല്ലാം കൂടി പേഴ്സിൽ കുത്തിതിരിക്കി പോകേണ്ട ആവശ്യമില്ല. അപ്പൊ നമുക്കറിയാം ഒരുപാട് കാർഡ്സ് അവൈലബിൾ ആണ്. ഇപ്പൊ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോയാൽ തന്നെ അതിനൊരു കാർഡ് ഉണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് ATM കാർഡുകള്, അതുപോലെ എന്താ പറയാ വിസ കാർഡുകള്, പിന്നെ നമ്മുടെ ആധാർ കാർഡ്, ID പ്രൂഫുകൾ എല്ലാം ഇപ്പൊ കാർഡ് രൂപത്തിലാണ് ലഭിക്കുന്നത്. ഈവൻ ലൈസൻസ് പോലും ഇപ്പൊ കാർഡ് രൂപത്തിലാണ് ലഭിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ കാർഡുകളെല്ലാം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എടുത്തു വെക്കാനായിട്ട് ഒരു കാർഡ് ഹോൾഡർ അത്യാവശ്യമാണ്. ഇപ്പൊ നമ്മൾ പേഴ്സിൽ അല്ലെങ്കിൽ വാലറ്റിൽ എല്ലാ കാര്യങ്ങളും ക്യാരി ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം വെച്ചാൽ ഒരു ID പ്രൂഫ് മാത്രം ക്യാരി ചെയ്യുക. കാരണം ഏതെങ്കിലും കാരണവശാല് പോക്കറ്റ് അടിച്ചു പോവുകയോ അല്ലെങ്കിൽ പേഴ്സോ വാലറ്റോ മിസ്സായി പോവുകയോ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഫുൾ കാർഡുകൾ മിസ്സായി പോകും. അതുകൊണ്ട് ഇപ്പൊ എല്ലാവരും ചെയ്യുന്ന എങ്ങനെയാന്ന് വെച്ചാൽ പേഴ്സിൽ ഏതെങ്കിലും ഒരു ID പ്രൂഫ് വെക്കുകയും ബാക്കിയുള്ള പ്രൂഫുകളും അല്ലെങ്കിൽ കാർഡുകളും മറ്റൊരു വാലറ്റിൽ സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അത്യാവശ്യ ഘട്ടങ്ങളിൽ എവിടെയെങ്കിലും പോകുന്ന സമയത്ത് മാത്രം ആ കാർഡ് ഹോൾഡർ എടുത്ത് പോവുകയുമാണ് ഇപ്പൊ എല്ലാവരും ചെയ്യുന്നത്. അപ്പൊ ഞാനും അത് ഫോളോ ചെയ്യാമെന്ന് വിചാരിച്ചു. റീസെന്റ് ആണ് എൻ്റെ ഒരു ഫ്രണ്ടിന്റെ പേഴ്സ് ബസ്സിൽ നിന്ന് നഷ്ടമാകുകയും, അത് അടിച്ചു പോയതാണോ ബസ്സിൽ വീണ് പോയതാണോ എന്നൊന്നും അറിയില്ല. പക്ഷെ അങ്ങനെ പേഴ്സ് നഷ്ടമാക്കി. എന്നാൽ അവളുടെ എല്ലാ കാർഡുകളും ആധാർ കാർഡ്, വോട്ടർ ID കാർഡ്, അതുപോലെ ATM കാർഡുകൾ, അങ്ങനെ ഒരുപാട് കാർഡുകൾ അവൾ ക്യാരി ചെയ്യുന്നുണ്ടായിരുന്നു. എല്ലാം ഒറ്റയടിക്ക് മിസ്സാവുകയാണ് ചെയ്തത്. പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്തെങ്കിലും കാര്യമൊന്നും ഉണ്ടായില്ല. നമുക്ക് ആ പേഴ്സ് തിരിച്ചു കിട്ടിയില്ല. പൈസ പോയാലും സാരില്ലായിരുന്നു. പക്ഷെ ആ പേഴ്സ് കിട്ടുകയായിരുന്നെങ്കിൽ കാർഡുകളൊക്കെ ഇപ്പൊ അപ്ലൈ ചെയ്യേണ്ടി വന്നു. ഉടൻ തന്നെ ഞങ്ങള് പോയി ബാങ്കിൽ പോയിട്ട് ATM കാർഡ് ബ്ലോക്ക് ചെയ്തു. അതുപോലെ തന്നെ രണ്ടാമത് നമ്മള് വോട്ടർ ID കാർഡും ആധാർ കാർഡും ഒക്കെ അപ്ലൈ ചെയ്യേണ്ടി വന്നു. സോ അങ്ങനെ ഒരു കാര്യം ശ്രദ്ധിക്കുക. അപ്പൊ ഞാൻ അതിനു വേണ്ടി വാങ്ങിച്ച ഒരു കാർഡ് ഹോൾഡർ ആണ്. മീഷോന്നാണ് ഇത് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോ നമുക്ക് ഇത് അൺബോക്സിങ് ചെയ്ത് നോക്കാം. വളരെ വില കുറഞ്ഞ കാർഡ് ഹോൾഡേഴ്സ് ആണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. ഒരുപാട് കളറിലും ഡിസൈനിലും ഒരുപാട് കോസ്റ്റ്ലി ആയിട്ടുള്ള കാർഡ് ഹോൾഡേഴ്സ് അവൈലബിൾ ആണ്. അപ്പൊ ഞാനിങ്ങനെ പേഴ്സ് രൂപത്തിലുള്ള കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള, എന്നാൽ കണ്ടാലൊരു എലഗന്റ് ലുക്ക് ഉള്ള ഒരു കാർഡ് ഹോൾഡർ ആണ് വാങ്ങിച്ചിട്ടുള്ളത്. ഇങ്ങനെയാണ് ഇതിന്റെ പാക്കിംഗ് വന്നിരിക്കുന്നത്, കാണുന്നുണ്ടല്ലോ. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള രണ്ടെണ്ണത്തിന്റെ പാക്കറ്റ് ആണ് ഞാൻ വാങ്ങിച്ചത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരെണ്ണം എനിക്കും ഒരെണ്ണം എന്റെ ഹസ്ബൻഡിനും യൂസ് ചെയ്യാമല്ലോ. കാരണം ഞങ്ങൾക്ക് രണ്ടുപേർക്ക് അത്യാവശ്യം കാർഡുകൾ ഉണ്ട്. അപ്പോൾ അത് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കാർഡ് ഹോൾഡർ ഇങ്ങനെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു പീസിന് വരുന്ന പ്രൈസ് എന്ന് പറയുന്നത് 50 റുപ്പീസ് ആണ്. അങ്ങനെ രണ്ട് പീസിനും കൂടി 100 റുപ്പീസിനാണ് ഞാൻ ഈ ഒരു കാർഡ് ഹോൾഡർ വാങ്ങിച്ചത്. 2 ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. അത് കൊള്ളാം. ഒന്ന് ബ്ലാക്ക് ഷെയ്ഡും ഒന്ന് ബ്രൗൺ ഷെയ്ഡിലുമാണ് ഇത് വന്നിരിക്കുന്നത്. കുഴപ്പമില്ല, അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ടെന്ന് തോന്നുന്നു. നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇങ്ങനെയാണ് ഇതിന്റെ ഓപ്പണിംഗ് വരുന്നത്. ആൻഡ് ഹിയർ കംസ് ദ കാർഡ് ഹോൾഡർ. സ്പോഞ്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഷീറ്റുകളാണ്. അപ്പൊ എന്താന്ന് വെച്ചാൽ നനയേ നാശാവേ ഒന്നുമില്ല. എത്ര പേജ് വരുന്നുണ്ട് നോക്കട്ടെ. 1 2 3 4 5 6. അപ്പൊ 6 വെറും 12 പീസാണ് വരുന്നത്. കാണുന്നുണ്ടല്ലോ. 12 കാർഡുകൾ നമുക്ക് ഇതിനകത്ത് വെക്കാൻ പറ്റും. അങ്ങനെയാണ് നമുക്ക് ഇതിൽ സൂക്ഷിക്കാൻ പറ്റുന്നത്. അപ്പൊ 12 കാർഡുകളാണ് നമുക്കിതിൽ സൂക്ഷിക്കാൻ പറ്റുക. 2 സൈഡിലും കൂടി ഒരു കാർഡിൽ ഒരു ഇതിൽ ഒരു കാർഡേ വെക്കാൻ പറ്റും. അപ്പൊ സ്പേസ് ഉണ്ടെങ്കിൽ നമുക്ക് 2 കാർഡ് വെക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണ് ഈ കാർഡ് ഹോൾഡർ വരുന്നത്. ഇത് ബ്ലാക്ക് ഷെയ്ഡിലാണ് വരുന്നത്. കാണുന്നുണ്ടല്ലോ. സിമ്പിൾ ആണ്, അത്ര വലിയൊരു സംഭവമൊന്നുമല്ല. നല്ല ഫിക്സ് ആയി നിൽക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ഇതാണ് അവർ കൊടുത്തിരിക്കുന്നത്. ബട്ടൺ ഇങ്ങനെ നമ്മുടെ ടിക് ടിക് പോലത്തെ ബട്ടൺ ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അങ്ങനെ പറഞ്ഞു കൊടുത്തു. നല്ല ക്വാളിറ്റി ഉണ്ട്, കാണാൻ നല്ല ലെതർ, ഒറിജിനൽ ലെതർ ആണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ലെതറിന്റെ പോലത്തെ ഒരു മെറ്റീരിയൽ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ലെതർ ആണെന്ന് തോന്നുന്നു, പക്ഷെ എനിക്കറിയില്ല. ഒറിജിനൽ ക്വാളിറ്റി ആണോ എന്ന് പറയാൻ എനിക്കറിയില്ല. ഇതുപോലെ തന്നെ അതിന്റെ തന്നെ ബ്രൗൺ ഷെയ്ഡാണ് അടുത്ത് വന്നിരിക്കുന്നത്. ഇതും ഇങ്ങനെ ഓപ്പൺ ചെയ്യാം. 16 കാർഡ് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി കാർഡ് ഹോൾഡർ ആണ്. ഒരു പീസിന് 50 രൂപയാണ് വരുന്നത്. അപ്പൊ 100 രൂപയ്ക്കാണ് ഞാൻ ഈ 2 വരുന്ന ഈ ഒരു സെറ്റ് വാങ്ങിച്ചത്.
കാണുന്നുണ്ടല്ലോ, നല്ല അടിപൊളിയായിട്ടുള്ള സാധനമാണ് കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. നമുക്കൊരു കാർഡ് വെച്ച് നോക്കാം ഇതില് സെറ്റ് ആകുന്നുണ്ടോ എന്നുള്ളത്. അപ്പോ എൻ്റെ ഉള്ളൊരു കാർഡ് ഇതിനകത്ത് ഫിറ്റ് ആവോ നോക്കി നോക്കാം. ഇത് പോത്തീസിന്റെ കാർഡാണ്. ഓക്കെ, ഫിറ്റ് ആയിട്ടിരിക്കുന്നുണ്ട്, കാണുന്നുണ്ടല്ലോ. ഇനി അടുത്ത കാർഡ് നമുക്ക് ഇതിൽ വെക്കാൻ പറ്റും. ഇത് ഒരു സൂപ്പർ മാർക്കറ്റിന്റെ കാർഡാണ്. രണ്ടെണ്ണം വെക്കാം. ഒന്നിൽ തന്നെ നമുക്ക് രണ്ടെണ്ണം വെക്കാൻ പറ്റും, കാണുന്നുണ്ടല്ലോ. അപ്പൊ ഇവിടെ ഇങ്ങനെ ഉണ്ടാവും, ഇവിടെ ഇങ്ങനെ ഉണ്ടാവും. അപ്പൊ ഒരു കാർഡ് ഹോൾഡറിൽ രണ്ടെണ്ണം വെക്കാം. അതിനുള്ളൊരു സ്പേസ് ഉണ്ട്, കീറിപ്പോത്തില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് 12 എണ്ണം എന്ന് പറയുമ്പോൾ 24 എണ്ണം ഒരു കാർഡ് ഹോൾഡറിൽ വെക്കാൻ പറ്റും. 24 കാർഡൊന്നും എല്ലാവർക്കും ഉണ്ടാവില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്കൊരു മാക്സിമം 12 കാർഡൊക്കെ ഉള്ളവരുണ്ടാവോ അറിയില്ല. ഒരുപാട് കാർഡുകൾ ഉള്ളവരുമുണ്ട്, ഇല്ലാത്തവരുമുണ്ട്. അധികം കാർഡൊന്നും ഇല്ലാത്തവരുണ്ട്. ATM കാർഡ് മാത്രം ഉള്ളവരും ഉണ്ട്, ATM കാർഡ് പോലും ഇല്ലാത്തവരുണ്ട്. സോ ഇറ്റ് ഡിപ്പെൻസ് ആണ്. അപ്പോൾ എന്തായാലും ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. വളരെ നല്ല അടിപൊളിയായിട്ടുള്ള കാർഡ് ഹോൾഡേഴ്സ് ആണ്. 50 രൂപയ്ക്കാണ് ഞാൻ ഇത് വാങ്ങിച്ചത്. മീഷോ എന്നാണ് വാങ്ങിച്ചിട്ടുള്ളത്. ലിങ്കും മറ്റു ഡീറ്റെയിൽസും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. അപ്പൊ നിങ്ങൾക്ക് ട്രൈ ഓൺ ചെയ്ത് നോക്കാവുന്നതാണ്. അത്രയേ ഉള്ളൂ ഇന്നത്തെ കുട്ടി വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് കീപ് ഓൺ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ ബൈ.